കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM നേതാവ് PK ബിജു ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഇത് മൂന്നാമത്തെ തവണയാണ് ബിജുവിനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രേഖകളൊന്നും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടില്ലെന്ന് PK ബിജു പ്രതികരിച്ചു. SS ശരൺ വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് ശരൺ, വിവരം എന്താണ്? ചോദ്യം ചെയ്യൽ ആരംഭിച്ചോ? രേഷ്മ, കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നാമത്തെ തവണയാണ് മുൻ MPയായ PK ബിജുവിനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ 2 ദിവസങ്ങളായി അദ്ദേഹത്തെ ഏതാണ്ട് 18 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് മൂന്നാമത്തെ നോട്ടീസ് നൽകുകയും അല്പസമയം മുമ്പ് അദ്ദേഹം EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാവുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായും 2 കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിനാണ് ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന്, നേരത്തെ ഈ അറസ്റ്റിലായ CPM കൗൺസിലർ PR അരവിന്ദാക്ഷൻ നൽകിയ മൊഴിയാണ്. അദ്ദേഹം അറസ്റ്റിലായതിന് പിന്നാലെ നൽകിയിരുന്ന മൊഴി എന്ന് പറയുന്നത് 2020 ഈ കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ സതീഷ് കുമാറിന് ഈ മുൻ MPയായ PK ബിജുവിനെ 5 ലക്ഷം രൂപ കൈമാറിയിരുന്നു എന്നുള്ളതാണ്. ഈ പണം അത് കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്കാണോ എന്നുള്ളതാണ് പ്രധാനമായും ED പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളടക്കം ഹാജരാക്കുക, അതായത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊപ്പം തന്നെ നേരത്തെ ആസ്തി വിവരങ്ങളും ഒക്കെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഇന്ന് യാതൊരു വിധത്തിലുള്ള രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും PK ബിജു പ്രതികരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ തട്ടിപ്പ് പുറത്തു വന്നതിന്, കരുവന്നൂർ തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ CPM ഒരു പാർട്ടി കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അതിൽ 2 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മുൻ MPയായ PK ബിജു, ഒപ്പം തന്നെ PK ഷാജനും. ഇതിൽ PK ഷാജനെ കഴിഞ്ഞ ദിവസം വിശദമായി ED ചോദ്യം ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് PK ബിജുവിനെ ഈ കമ്മീഷന്റെ കണ്ടെത്തലുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിന് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായും ഈ എന്തൊക്കെയായിരുന്നു ഈ കമ്മീഷന്റെ കണ്ടെത്തലുകൾ, ഏതൊക്കെ രീതിയിലുള്ള തുടർ നടപടികളാണ് സ്വീകരിച്ചത്, ആ കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിന് കൂടിയാണ് ഇപ്പോൾ PK ബിജുവിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ CMRL ഉദ്യോഗസ്ഥൻ, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട CMRL ഉദ്യോഗസ്ഥനോടും ഇന്ന് ED ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഹാജരാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് വേഗത്തിൽ തുടർ നടപടികളിലേക്ക് കടന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് CMRL ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും CMRL ഉദ്യോഗസ്ഥനിൽ നിന്ന് വിവരശേഖരണം നടത്തിയ ശേഷമായിരിക്കും കൂടുതൽ ആളുകളുടെ മൊഴിയെടുപ്പിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി ശരൺ, കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായി PK ബിജുവിന് പണമിടപാട് ഉണ്ടായിരുന്നു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് PK ബിജുവിനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ അറസ്റ്റിലായ അരവിന്ദാക്ഷനാണ് PK ബിജുവിനെതിരെ മൊഴി നൽകിയത്. അതുമാത്രമല്ല, ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് CMRL ഉദ്യോഗസ്ഥനോടും ഇന്ന് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളാണ് SS ശരൺ കൊച്ചിയിൽ നിന്ന് നൽകിയത്.